നിലവറ നിറയെ സ്വർണവും പത്തായ നിറയെ ധാന്യങ്ങളും ഉണ്ടായിരുന്ന പഴയ രാജാക്കന്മാരിലും എന്തു മെച്ചപ്പെട്ട ജീവിതമാണ് ഇന്ന് നാം നയിക്കുന്നത്. അതെന്തുകൊണ്ടാവും അങ്ങനെ എന്നീ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. കുറേ വർഷം പിന്നീടേക്ക് പോയാൽ നമ്മുടെ മാതാപിതാക്കളുടെ കാലത്ത് 3 നേരം ഉണ്ണാനില്ലായിരുന്നു, ഉടുക്കാനില്ലായിരുന്നു. മിക്ക നേരത്തും ഒഴിഞ്ഞ വയറുകളായിരുന്നു. ചോർന്നൊലിക്കുന്ന വീടുകൾ, പകലന്തിയോളം കഷ്ടപ്പാടുകളും. മുത്തശ്ശന്മാരുടെ കാലഘട്ടമോ ലോകമഹായുദ്ധങ്ങൾ, ക്ഷാമം, പട്ടിണി, പകർച്ചവ്യാധികൾ. മുതുമുത്തശ്ശന്മാരുടെ കാലഘട്ടമോ അടിയാൻ കുടിയാൻ സമ്പ്രദായം, ജാതിഭ്രഷ്ട, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കണ്ടുകൂടായ്മ. ഇനി നമ്മൾ വാഴ്ത്തിപ്പാടുന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിലോ അടിമ സമ്പ്രദായം, കനത്ത കരം, നാട്ടുരാജ്യങ്ങളുമായുള്ള യുദ്ധം, മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്ന കാലഘട്ടം. ഇനി രാജാക്കന്മാരുടെ കാര്യം തന്നെ എടുത്താൽ ഒരു സാധാരണക്കാരന് ഇന്ന് ജീവിക്കുന്നതിൻ്റെ 1000-1 സൗകര്യങ്ങൾ പോലും അന്നുണ്ടായിരുന്നില്ല. നിലവറ നിറയെ സ്വർണവും പത്തായപ്പുര നിറയെ ധാന്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവരുടെ ജീവിതം നമ്മളെക്കാൾ മെച്ചമുള്ളതായിരുന്നില്ല. ഇപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസിൻ്റെയും വീടുകളിൽ ഏറെക്കുറെ AC എത്തിക്കഴിഞ്ഞു. രാജാക്കന്മാർക്ക് വേനൽക്കാലമായാൽ ഒന്നുകിൽ വേനൽക്കാല വസതികളിലേക്ക് താമസം മാറാം, അല്ലെങ്കിൽ ചൂട് സഹിക്കുക. ഇതുമാത്രമായിരുന്നു ഓപ്ഷൻ ഉള്ളത്. ഇരുവശത്തും പരിചാരകന്മാർ വീശാനുണ്ടെങ്കിലും ചൂടിൽ നിന്നും അവർ മുക്തരായിരുന്നില്ല. ഡൽഹി സുൽത്താൻമാർ തങ്ങളുടെ വസതികളിൽ ഉള്ളുകൊള്ളയായ തൂണുകൾ പണിതിരുന്നു. തണുപ്പ് കാലത്ത് ചൂടുവെള്ളം നിറച്ചും ചൂടുകാലത്ത് തൂണുകളിൽ തണുത്ത വെള്ളം നിറച്ചും അവർ കാലാവസ്ഥയെ വരുതിയിലാക്കാൻ ശ്രമിച്ചിരുന്നു. നോക്കുക, ടെക്നോളജി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. സാധാരണക്കാരന് പ്രാപ്യമായ വിലയിലേക്ക് എയർ കണ്ടീഷണറുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭക്ഷണ കാര്യത്തിലേക്ക് കടന്നാൽ 100 വർഷം മുൻപ് മിക്കവരും പട്ടിണിയിലായിരുന്നു. ഭക്ഷണ വൈവിധ്യം വളരെ കുറവായിരുന്നു. കഞ്ഞി, കപ്പ, മീൻ, പയർ, വല്ലപ്പോഴും മാംസം. ഇപ്പോഴോ ലോകത്തെ ഏത് ഡിഷും കേരളത്തിൽ കിട്ടും. ബേക്കറി ഉൽപ്പന്നങ്ങൾ, കുഴിമന്തി, അൽഫാം തുടങ്ങിയ വിവിധ വിഭവങ്ങൾ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും കഴിക്കാത്തവർ വിരളം. രാജാക്കന്മാർക്ക് പോലും ഒരു സാധാരണക്കാരന് കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണ വൈവിധ്യങ്ങൾ അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഗതാഗത സൗകര്യം പണ്ട് കുതിരവണ്ടി അല്ലെങ്കിൽ കാളവണ്ടി. ഒരു രാജാവ് എത്ര ബുദ്ധിമുട്ടി കാണും അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ പോയിട്ടുണ്ടാവുക. എത്ര ദിവസങ്ങൾ, എന്തുമാത്രം പണച്ചെലവ്, കൂടെ എത്ര ഭടന്മാർ, എത്ര ദുർഘടമായ വഴികൾ, കള്ളന്മാരുടെ കൂട്ടങ്ങളോ അയൽ രാജ്യത്തെ ആക്രമണങ്ങളോ ഭയന്നുള്ള യാത്ര. ഇപ്പോഴോ എത്ര സുരക്ഷിതത്വത്തിൽ, എത്ര ചിലവ് കുറച്ച്, എത്ര വേഗത്തിൽ KSRTCയിൽ നമുക്ക് എത്താനാകും. നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഈ സുഖസൗകര്യങ്ങൾ നിലവറ നിറയെ രത്നങ്ങളും സ്വർണവും വെച്ചിരുന്ന രാജാക്കന്മാർക്ക് പോലും അപ്രാപ്യവും ചിന്തകൾക്ക് അപ്പുറവുമായിരുന്നു. ഇനി എൻ്റർടൈൻമെൻറ്റ് അഥവാ വിനോദ പരിപാടികളുടെ കാര്യമെടുത്താൽ കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, നാടകം, പാട്ട്, നൃത്തം ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. 30 സെക്കൻഡ് റീൽസ് പോലും കാണാൻ അറ്റൻഷൻ സ്പാൻ അഥവാ ക്ഷമയില്ലാത്ത നമ്മൾ ഇതൊക്കെ എത്രമാത്രം ആസ്വദിക്കുമായിരുന്നു. പണ്ടൊക്കെ വിനോദ പരിപാടികൾ കാണാൻ അങ്ങോട്ട് പോകണമായിരുന്നു. ഉദാഹരണം ഉത്സവം, ക്ഷേത്രത്തിലെ കലാരൂപങ്ങൾ എന്നിവ. ഇന്ന് നമ്മുടെ കൈക്കുള്ളിൽ ഈ ലോകം ചെറുതായിരിക്കുന്നു. സഞ്ചരിക്കുമ്പോൾ പോലും ലോകത്തെവിടെയും നടക്കുന്നത് ലൈവായി കാണാം. ജനിച്ച കുഞ്ഞിൻ്റെ മുഖം കാണാൻ വർഷങ്ങളോളം കാത്തിരുന്ന പ്രവാസികൾ ഇപ്പോൾ എന്നും നമ്മുടെ നാട് കാണുന്നു. ജീവിതം പതിയെ സിമ്പിളായി വരികയാണ്. ഇനിയും ടെക്നോളജി വികസനത്തിൻ്റെ ശൈശവ ദിശയിലാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ, ഡിപ്രഷൻ എന്നിവ നമ്മെ വിടാതെ പിന്തുടരുന്നു. ഇൻട്രോവേർട്ടിസം ഈസ് ബിക്കമിങ് എ ട്രെൻഡ്. സോഷ്യൽ ആൻസൈറ്റി ഈസ് നോർമലൈസ്ഡ്. വൈ? വി ഹാവ് ടു മൂവ് അപ്പ്. മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ഏകരായിരിക്കാൻ കഴിയില്ല. ഇൻട്രോവേർട്ടിസം ഈസ് എ ചോയ്സ് ബട്ട് നോട്ട് ആൻ ഒപ്പീനിയൻ. ലോകത്തെ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് ഇൻട്രോവേർട്സ് ആണ്. പല മഹാന്മാരും ഇൻട്രോവേർട്സ് ആയിരുന്നു. സോ ഐ ഷുഡ് ബി അലോൺ എവറി ടൈം? നോ, യു കാൻഡ്, യു വോണ്ട്. ദർ ഈസ് എ വേൾഡ്. കീപ് ഹിസ് ഐസ് ലുക്കിംഗ് ടു യു. You have to stand up before the burning sun. Take some fresh air every day. Move some time. Talk to people every day. And now you will an asset to this universe. Suicide is not a path. It is a closed cave. Have a good life. Thank you.